ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ 4-ാം അധ്യായമായ ലോഹനിർമ്മാണത്തിലെ കുറച്ച് ആശയങ്ങൾ പഠിക്കാം. ഈ അധ്യായത്തിൽ പ്രധാനമായും ലോഹങ്ങളെ അതിൻ്റെ അയിരിൽ നിന്നും എങ്ങനെ വേർതിരിക്കാമെന്നും 3 ലോഹങ്ങളുടെ നിർമ്മാണ രീതി എങ്ങനെയാണെന്നുമാണ് വ്യക്തമായി പഠിക്കുന്നത്. ഇരുമ്പ്, അലുമിനിയം, കോപ്പർ എന്നീ ലോഹങ്ങളുടെ പൂർണ്ണമായ നിർമ്മാണ രീതിയും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം അയിര് എന്താണെന്ന് നോക്കാം. അതായത് ഒരു ധാതുവിൽ നിന്ന് വളരെ എളുപ്പത്തിലും വേഗത്തിലും അതേപോലെ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. അതായത് ഒരു ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ അലുമിനിയത്തിന് ധാരാളം ധാതുക്കളുണ്ട്. പ്രധാനമായും ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് ഇവയിൽ 3 ധാതുക്കൾ. ഈ 3 ധാതുക്കളിലും അലുമിനിയം കാണുന്നു. പക്ഷേ അലുമിനിയത്തിൻ്റെ അയിരായി നാം എടുത്തിട്ടുള്ളത് ബോക്സൈറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ബോക്സൈറ്റിനെ അലുമിനിയത്തിൻ്റെ അയിരായി സെലക്ട് ചെയ്തിട്ടുള്ളത്? അതായത് അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൽ അലുമിനിയം എന്ന ലോഹത്തിൻ്റെ അംശം വളരെ കൂടിയിരിക്കും. അതേപോലെ തന്നെ എളുപ്പത്തിലും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും ബോക്സൈറ്റിൽ നിന്ന് നമുക്ക് അലുമിനിയത്തെ വേർതിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബോക്സൈറ്റ് വളരെ സുലഭമാണ്. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നു. ഇതിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം അയിരുകളുടെ സാന്ദ്രണം, രണ്ടാമത്തെ ഘട്ടം സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ, മൂന്നാമത്തെ ഘട്ടം ലോഹ ശുദ്ധീകരണം. ആദ്യത്തെ ഘട്ടമായ അയിരുകളുടെ സാന്ദ്രണത്തിൽ നമുക്ക് 4 തരത്തിലുള്ള സാന്ദ്രണ രീതികൾ പഠിക്കാനുണ്ട്. 1. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അയിരുകളുടെ സാന്ദ്രണത്തിനുള്ള ഒരു മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ്. അയിരിന് മാലിന്യങ്ങളെക്കാൾ സാന്ദ്രത കൂടുതലുള്ളപ്പോഴാണ് ഈ മാർഗം അവലംബിക്കാറുള്ളത്. നന്നായി പൊടിച്ച അയിരിനെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ശക്തിയായ ജലപ്രവാഹത്തിലൂടെ കടത്തിവിടുന്നു. തൽഫലമായി സാന്ദ്രത കുറഞ്ഞ മാലിന്യങ്ങൾ ജലപ്രവാഹത്തിലൂടെ ഒഴുകിപ്പോകുകയും സാന്ദ്രത കൂടിയ അയിര് അവശേഷിക്കുകയും ചെയ്യുന്നു. അയിരിന്റെയും മാലിന്യത്തിന്റെയും സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബോധ്യമായല്ലോ. ഓക്സൈഡ് അയിരുകളെയും സ്വർണത്തിന്റെ അയിരുകളെയുമാണ് ഈ രീതിയിൽ സാന്ദ്രണം ചെയ്യുന്നത്. 2. പ്ലവന പ്രക്രിയ. നിർമ്മാണവേളയിൽ അയിരുകളുടെ സാന്ദ്രണത്തിന് വിവിധ മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് നമുക്ക് പരിചയപ്പെടാം. സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത് അപദ്രവ്യത്തിന്റെ സാന്ദ്രത അയിരിന്റെ സാന്ദ്രതയേക്കാൾ കൂടിയിരിക്കുമ്പോഴാണ്. പൈൻ ഓയിൽ, ജലം ഇവ കലർന്ന മിശ്രിതം ഒരു പാത്രത്തിൽ എടുക്കുക. ഇതിലേക്ക് പൊടിച്ച അയിര് ചേർക്കുക. ശക്തമായ വായുപ്രവാഹം ഇതിലൂടെ കടത്തിവിടുക. പത രൂപപ്പെടുന്നത് ശ്രദ്ധിക്കൂ. ഈ പതയിൽ സാന്ദ്രത കുറഞ്ഞ അയിര് കാണപ്പെടുന്നു. സാന്ദ്രത കൂടിയ അപദ്രവ്യം പാത്രത്തിന്റെ അടിയിൽ അടിയുന്നത് കാണാം. ഈ പത പ്രത്യേകം ശേഖരിച്ച് അതിൽ നിന്ന് അയിര് വേർതിരിക്കാവുന്നതാണ്. 3. കാന്തിക വിഭജനം. കാന്തിക വിഭജനത്തിൽ അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിനെ കാന്ത സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാർഗം ഉപയോഗിച്ച് അതായത് കാന്തിക വിഭജനം ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാൻ പറ്റും. അതായത് മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻസ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കാം. 4. ലീച്ചിങ്. അയിരിന്റെ സാന്ദ്രണത്തിനുള്ള ഒരു മാർഗമാണ് ലീച്ചിങ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം നടത്തുന്നത്. പൊടിച്ച ബോക്സൈറ്റ് അയിരിനെ ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ചേർക്കുന്നു. ശുദ്ധമായ ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡിൽ ലയിച്ചു ചേർന്ന് സോഡിയം അലൂമിനേറ്റ് ഉണ്ടാകുന്നു.
മാലിന്യങ്ങൾ ലയിക്കുന്നില്ല. അപദ്രവ്യങ്ങൾ അരിച്ചുമാറ്റി ഈ ലായനിയിലേക്ക് കാർബൺ ഡയോക്സൈഡ് ചേർക്കുമ്പോൾ ലായനിയിലെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അവക്ഷിപ്തപ്പെടുന്നു. അവക്ഷിപ്തം വേർതിരിച്ച് നന്നായി കഴുകിയ ശേഷം ശക്തിയായി ചൂടാക്കുമ്പോൾ അലൂമിന ലഭിക്കുന്നു. ഇനി മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുക എന്നുള്ളത്. ഇതിലെ ആദ്യത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കൽ. ഇത് 2 രീതിയിൽ നടത്താം. ആദ്യത്തെ മെത്തേഡാണ് കാൽസിനേഷൻ, രണ്ടാമത്തെ മെത്തേഡാണ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ആ അയിരിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ചൂടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. സാധാരണയായി ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ഇവിടെ ഓക്സൈഡായി മാറുന്നു. ഇനി രണ്ടാമത്തെ രീതിയാണ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഇനി ഇതിലെ രണ്ടാമത്തെ ഘട്ടമാണ് ഓക്സൈഡാക്കി വച്ചിരിക്കുന്ന അയിരിൻ്റെ നിരോക്സീകരണം എന്ന് പറയുന്നത്. ഇവിടെ ഓക്സൈഡാക്കിയ അയിരിനെ നമ്മൾ നിരോക്സീകരണം നടത്തുന്നത് 3 നിരോക്സീകാരികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രധാനമായും കാർബൺ മോണോക്സൈഡ്, വൈദ്യുതി എന്നിവയാണ് നിരോക്സീകാരികളായിട്ട് ഉപയോഗിക്കുന്നത്. ലോഹത്തിൻ്റെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ലോഹനിർമ്മാണ വേളയിൽ ഈ നിരോക്സീകാരികളെ ഉപയോഗിക്കുന്നത്. മെറ്റലർജിയിലെ മൂന്നാമത്തെ ഘട്ടമാണ് ലോഹ ശുദ്ധീകരണം. ഇത് 3 വ്യത്യസ്ത രീതിയിൽ കൂടെയാണ് നടത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ മാർഗമാണ് ഉരുക്കി വേർതിരിക്കൽ. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്ന മാർഗമാണ് ഇത്. ഇത്തരത്തിലുള്ള ഒരു ലോഹമായ ലെഡിന്റെ ശുദ്ധീകരണം എങ്ങനെയെന്ന് പരിശോധിക്കാം. അപദ്രവ്യങ്ങൾ അടങ്ങിയ ലെഡിനെ ഫർണസിന്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുന്നു. ലെഡ് ഉരുകി ഫർണസിന്റെ ചുവട്ടിലുള്ള പാത്രത്തിൽ ലയിക്കുന്നു. ഉരുകാത്ത അപദ്രവ്യങ്ങൾ ഫർണസിൽ തന്നെ അവശേഷിക്കുന്നു. ഈ രീതിയിൽ ശുദ്ധീകരിക്കുന്ന മറ്റൊരു ലോഹമാണ് ടിൻ. രണ്ടാമത്തെ മാർഗമാണ് സ്വേദനം. ശുദ്ധീകരിക്കാൻ ഈ രീതി ഉപയോഗിക്കുന്നു. മെർക്കുറിയുടെ ശുദ്ധീകരണം ഈ രീതിയിൽ നടത്തുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. അപദ്രവ്യങ്ങളടങ്ങിയ മെർക്കുറിയെ ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുന്നു. ശുദ്ധമായ ലോഹം മാത്രം ബാഷ്പീകരിക്കപ്പെടുന്നു. ഈ ബാഷ്പത്തെ തണുപ്പിക്കുമ്പോൾ ശുദ്ധമായ മെർക്കുറി ദ്രാവക രൂപത്തിൽ ലഭിക്കുന്നു. ഇത്തരത്തിൽ ശുദ്ധീകരിക്കുന്ന മറ്റ് ലോഹങ്ങളാണ് സിങ്ക്, കാഡ്മിയം എന്നിവ. ഈ മൂന്നാമത്തെ മാർഗമാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ലോഹ ശുദ്ധീകരണത്തിന് നിരവധി മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം പരിചയപ്പെടാം. ഈ മാർഗം ഉപയോഗിച്ച് കോപ്പർ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കോപ്പറിന്റെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണത്തിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് അല്പം സൾഫ്യൂരിക് ആസിഡ് ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. ആനോഡായി അശുദ്ധമായ കോപ്പറും കാഥോഡായി ശുദ്ധമായ കോപ്പറിന്റെ നേരിയ തകിടും ഉപയോഗിക്കുന്നു. ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇലക്ട്രോലൈറ്റ് വിഘടനം സംഭവിച്ച് കോപ്പർ അയോണുകളും സൾഫേറ്റ് അയോണുകളും ഉണ്ടാകുന്നു. ഇതേസമയം ആനോഡിലെ കോപ്പർ 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി Cu2+ അയോണായി ലായനിയിൽ പ്രവേശിക്കുന്നു. ലായനിയിലെ Cu2+ അയോൺ കാഥോഡിലേക്ക് നീങ്ങുകയും അവിടെ നിന്ന് 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി കാഥോഡിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ധാരാളം കോപ്പർ ആറ്റങ്ങൾ കാഥോഡിൽ പറ്റിപ്പിടിക്കുകയും കാഥോഡിന്റെ വലിപ്പം ക്രമേണ കൂടി വരികയും ചെയ്യുന്നുണ്ട്. ആനോഡിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതിന്റെ കാരണം
ഇതിൽ നിന്നും ബോധ്യമായല്ലോ. അപദ്രവ്യങ്ങൾ ആനോഡിന് താഴെയായി ലഭിക്കുന്നു. ഈ പ്രവർത്തനത്തിൽ ആനോഡിലും കാഥോഡിലും നടന്ന പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ എഴുതാം. Cu gives Cu2 plus 2 electrons. Cu2 plus 2 electrons gives Cu. ഇത്തരത്തിൽ അശുദ്ധലോഹം ആനോഡായും ശുദ്ധലോഹം കാഥോഡായും ലോഹത്തിന്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് ലോഹത്തെ ശുദ്ധീകരിക്കുന്ന മാർഗത്തെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന്. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നോക്കാം. ഇരുമ്പിൻ്റെ പ്രധാന ധാതുക്കളാണ് ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പാരറ്റിസ് എന്നിവ. ഇവയിൽ അയണിൻ്റെ അയിരാണ് ഹാമറ്റൈറ്റ്. ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് പ്രധാനമായും നമ്മൾ ഹാമറ്റൈറ്റിൽ നിന്നുമാണ്. നമുക്ക് ഇരുമ്പിൻ്റെ സാന്ദ്രണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇരുമ്പിൻ്റെ 2 തരത്തിലുള്ള സാന്ദ്രണ രീതികൾ അവലംബിക്കാം. 1 ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാം, 2 കാന്തിക വിഭജനം. ഇങ്ങനെ സാന്ദ്രീകരിച്ച അയിരിനെ നമുക്ക് പിന്നീട് ഓക്സൈഡാക്കി മാറ്റണം. നമുക്കറിയാം, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കാൻ 2 മാർഗങ്ങളാണുള്ളത്. 1 റോസ്റ്റിങ്ങും 1 കാൽസിനേഷനും. ഇതിൽ റോസ്റ്റിംഗ് ആണ് നമുക്ക് ഇരുമ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓക്സൈഡാക്കിയ ഇരുമ്പിൻ്റെ അയിരിൽ നിന്നും നമുക്ക് ശുദ്ധമായ ഇരുമ്പിനെ വേർതിരിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഓക്സൈഡാക്കിയ അയിരിനെ ഒരു അനുയോജ്യമായ നിരോത്സികാരി ഉപയോഗിച്ചുകൊണ്ട് നിരോത്സീകരിക്കേണ്ടത് ആവശ്യമാണ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഹേമറ്റൈറ്റിനെ അയണാക്കി മാറ്റുന്നത്. ഈ ഫർണസിൻ്റെ അടിവശത്തു കൂടി ഉയർന്ന താപനിലയിലുള്ള ശക്തമായ വായുപ്രവാഹം നമ്മൾ കടത്തിവിടുന്നു. അതിനാലാണ് ഈ ഫർണസിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ മുകൾ വശത്തുള്ള പ്രത്യേക ക്രമീകരണത്തിലൂടെ നമ്മൾ ഇതിനുവേണ്ടി ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പുകല്ല്, കോക്ക് എന്നിവ നിക്ഷേപിക്കുന്നു. ഇവിടെ അയണിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി ഒരു നിരോത്സികാരി ആവശ്യമാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും എങ്ങനെയാണ് നിരോത്സികാരി ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ ഇട്ടുകൊടുക്കുന്ന കോക്ക് എന്ന് പറയുന്നത് കാർബണാണ്. കാർബൺ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അടിവശത്തു കൂടി വരുന്ന ശക്തമായ വായുപ്രവാഹത്തിൽ, അതായത് ഓക്സിജനുമായി കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതായത് C+O2 gives CO2. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായി അല്ലെങ്കിൽ കാർബണുമായി പ്രവർത്തിച്ച് നിരോത്സികാരിയായ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. അതായത് CO2 + C gives to CO. ഇവിടെയുണ്ടായ കാർബൺ മോണോക്സൈഡാണ് പ്രധാനമായും ഹേമറ്റൈറ്റിനെ നിരോത്സീകരിച്ച് അയണാക്കി മാറ്റുന്നത്. അതായത് Fe2O3 + 3CO gives 2Fe + 3CO2. കോക്കിനെ കൂടാതെ നമ്മൾ ഹേമറ്റൈറ്റിനോടൊപ്പം ചുണ്ണാമ്പ് കല്ല് അഥവാ കാൽസ്യം കാർബണേറ്റും ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് ഉയർന്ന താപനിലയിൽ വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. അതായത് CaCO3 gives CaO + CO2. ഇരുമ്പിൻ്റെ നിർമ്മാണ വേളയിലെ പ്രധാന ഗാങ് അല്ലെങ്കിൽ അപദ്രവ്യമായി നമുക്ക് ലഭിക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് അഥവാ സിലിക്ക ആണ്. ഇവിടെ മുന്നത്തെ സ്റ്റെപ്പിൽ ഉണ്ടായ കാൽസ്യം ഓക്സൈഡ് അതിലെ സിലിക്കൺ ഡയോക്സൈഡുമായി പ്രവർത്തിച്ച് കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 3 പുതിയ വാക്കുകൾ പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ വാക്കാണ് ഗാങ്. ഇത് ഗാങ് എന്ന് പറയുന്നത് അപദ്രവ്യമാണ്. ഇവിടെ ഇരുമ്പിൻ്റെ നിർമ്മാണ വേളയിൽ നമുക്ക് ലഭിക്കുന്ന അപദ്രവ്യം സിലിക്കൺ ഡയോക്സൈഡ് അഥവാ സിലിക്കയാണ്. ഇനി ഈ സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന പദാർത്ഥത്തെ പറയുന്ന പേരാണ് ഫ്ലക്സ്. അതായത് ഇവിടെ സിലിക്കൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യാൻ വേണ്ടി നമുക്ക് കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചു കിട്ടിയ കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സായി ഉപയോഗിക്കുന്നു. ഇങ്ങനെ
ഗാങ്ങും ഫ്ലക്സും കൂടിച്ചേർന്നുണ്ടാകുന്ന പുതിയ പദാർത്ഥത്തെ നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നു. ഇവിടെ ഗാങ്ങായ സിലിക്കൺ ഡൈ ഓക്സൈഡും ഫ്ലക്സായ കാൽസ്യം ഓക്സൈഡും കൂടിച്ചേർന്ന് കാൽസ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ CaSiO3 എന്ന സ്ലാഗ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഗാങ്ങിന് അസിഡിക് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. തിരിച്ച് ഗാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇവിടെ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന ഗാങ് അസിഡിക് സ്വഭാവമുള്ളതായതിനാൽ നമ്മൾ ബേസിക സ്വഭാവമുള്ള കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സായി ചേർത്ത് സ്ലാഗ് നിർമ്മിക്കുന്നു. സാന്ദ്രത കുറഞ്ഞ ഉരുകിയ സ്ലാഗ് ഉരുകിയ ഇരുമ്പിന് മീതെ പൊങ്ങിക്കിടക്കുന്നു. ഇവിടെ നമുക്ക് ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അടിത്തട്ടിൽ സാന്ദ്രത കൂടിയിട്ടുള്ള ഉരുകിയ അയൺ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ സാന്ദ്രത കുറഞ്ഞിട്ടുള്ള സ്ലാഗ് അഥവാ കാൽസ്യം സിലിക്കേറ്റ് ഉരുകിയ അയണിൻ്റെ മീതെ നിന്ന് നമുക്ക് മറ്റൊരു വശത്തിൽ കൂടി വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഉരുകിയ അയണിൽ 4% കാർബണും മറ്റു മാലിന്യങ്ങളായ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇതിനെ പിഗ് അയൺ എന്ന് വിളിക്കുന്നു. അതായത് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന അയണിന് പറയുന്ന പേരാണ് പിഗ് അയൺ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ലോഹനിഷ്കർഷണവുമായി ബന്ധപ്പെട്ട അഥവാ മെറ്റലർജിയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു. മെറ്റലർജിയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം, ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ രാസ സമവാക്യങ്ങളുമെല്ലാം പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി.